ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് താങ്കൾ കൊടുത്തത് 15 മിനിറ്റാണ്. ഈ 15 മിനിറ്റ് നേരത്തെ ചോദ്യത്തിനിടയിൽ ഏതെങ്കിലും കൃത്യമായ അർത്ഥം വരുന്ന തരത്തിലൊരു മറുപടി തന്നിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് ഊളിയിട്ട് പോവുകയായിരുന്നു. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, ഏതെങ്കിലും കേരളം തന്നെ വിട്ടേക്ക്, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മന്ത്രി തന്റെ സ്പൗസിനെ കൂടി വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന ചട്ടമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ആ സ്പൗസിനും അപ്പുറം തന്റെ മകളെയും പേരക്കുട്ടിയെയും സർക്കാരിന്റെ ചെലവിൽ കൊണ്ടുപോയി ഉല്ലാസയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര് പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടാവും. പിണറായി വിജയൻ കമലയിടത്തിയെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിട്ടുണ്ടാവും. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. പക്ഷെ ഉമ്മൻചാണ്ടി തന്റെ മകനെയോ മകളെയോ കൊണ്ടുപോയിട്ടില്ല. മകളുടെയോ മകന്റെയോ പേരക്കുട്ടിയെയും ഇവിടുത്തെ സർക്കാരിന്റെ ചെലവിൽ കൊണ്ടുപോയിട്ടില്ല. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചു ബഹുമാനായ പ്രതിപക്ഷ നേതാവ്. അപ്പൊ പറഞ്ഞു എയർ ടിക്കറ്റ് അവർ സ്വന്തമായിട്ട് എടുത്തതാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ശരി, ഒരു തർക്കത്തിന് വേണ്ടി വീണ വിജയൻ പോയിട്ടുള്ള എയർ ടിക്കറ്റ് അവരെടുത്തതാണെങ്കിൽ എന്റെ ചോദ്യം, ഹോട്ടൽ ബില്ല്, വീണ കൊടുത്ത ഹോട്ടൽ ബില്ലിന്റെ ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? എന്താ ഉറക്കം വരുന്നു? ഇന്ന് വേണ്ട. വീണ പോയ ടാക്സി ചാർജിന്റെ ഒരു രേഖ ഹാജരാക്കാൻ പറ്റുമോ? എവിടെ പോണു? വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ. ഹോട്ടലിൽ സ്വന്തം ബില്ല്, ഭക്ഷണത്തിന് സ്വന്തം ബില്ല്. ലണ്ടനിലെ സഖാവിന്റെ പിന്നെ ഡോമിലേക്ക് പോയത് അത് പിന്നെ ഈ സ്വകാര്യ ബില്ല് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ? അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ജയിച്ചില്ലേ, 100 സീറ്റ് അടുപ്പിച്ചെങ്കിൽ കിട്ടിയില്ലേ, ഞങ്ങളങ്ങ് ഭരിക്കൂന്നേ, നിങ്ങളങ്ങ് നിന്നോണ്ടാ മതി. ഞങ്ങൾ പേരക്കുട്ടി നേരത്തെ ചോദിച്ചിട്ടില്ലേ, എൻ്റെ അമ്മുമ്മയെ കൊണ്ടുപോകും, അപ്പൂപ്പനെ കൊണ്ടുപോകും. അതങ്ങ് അമ്മുമ്മേടെ അടുത്തും അപ്പൂപ്പൻ്റെ അടുത്തും പോയി പറഞ്ഞാൽ മതി കേട്ടോ.